ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഇതൊരു എന്താ പറയുക, ഒരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ നാട്ടിലേക്ക് പോവാണ്. അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഇത്ര പെട്ടെന്ന് പോകുന്നത്. ഞാനിവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 5 മാസം ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് നാട്ടിലൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോസൊന്നും ഞാൻ അങ്ങനെ എന്താ പറയുക, എല്ലാ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കുറച്ച് കാര്യങ്ങൾ മാത്രം എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് എടുത്തതാണ് കേട്ടോ. കൃഷു ഉറങ്ങുന്നായിരുന്നു നേരത്തെ. അപ്പോൾ ഞാൻ ആ പാക്കിങ് ചെയ്യുന്ന സമയത്തല്ല. അപ്പോൾ അവൻ എണീറ്റപ്പോൾ ഞാൻ അവന് കുറച്ച് ഗ്രേപ്സ് ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് കൊടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം അതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് എല്ലാ കാര്യങ്ങളും പോകുന്നതിൻ്റെ അറിയാമായിരിക്കുമല്ലോ. കാരണം കുറേ കാര്യങ്ങൾ എടുത്ത് വെക്കാനുണ്ടാവും. വീട് കുറച്ച് ദിവസത്തേക്ക് പൂട്ടി പോകുമ്പം എല്ലാ കാര്യങ്ങളും നീറ്റാക്കിയൊക്കെ വെക്കണ്ടേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിരക്കിലാണ്. പിന്നെ വൈകുന്നേരം, ഇതിപ്പോൾ വൈകുന്നേരമായി. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഫ്രൈഡ് റൈസാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിക്കുകയാണ്. ഞങ്ങൾക്ക് ഫ്ലൈറ്റ് വന്നിട്ട് 10:30 എങ്ങാണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഒരു 7 മണിക്ക് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ ഫുഡൊക്കെ കഴിച്ച് റെഡിയാക്കി ഇരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാ ഞാൻ ഡ്രസ്സൊക്കെ ചെയ്തു വന്നു. ഇതെനിക്ക് ദേവു എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇട്ടിട്ടുള്ളത് പോകുമ്പോൾ. അപ്പോൾ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ഇട്ടുകൊടുത്തു, പിന്നെ ഒന്ന് കണ്ണെഴുതി, ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടുകൊടുത്തു, അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതാ മുടി കെട്ടുന്ന തിരക്കിലാണ്. അതിൻ്റെ ഇടയ്ക്ക് കൃഷു അവിടെ പോയിട്ട് എന്തൊക്കെയോ വലിച്ച് വാരി ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുകയാണ് ഞാൻ. നമ്മുടെ സ്യൂട്ട് കേസൊക്കെ അവനിങ്ങനെ ഉന്തി കളിക്കും. അതെങ്ങാനും കാലിൽ വീണിട്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യണം. നിവിയേട്ടൻ വേറെ ഓരോരോ കാര്യങ്ങളുടെ തിരക്കിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവനിങ്ങനെ ഓടിക്കളിക്കുമ്പോൾ അവനെയും നോക്കണം. എല്ലാം കൂടി ഒരു തിരക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ കുറച്ച് എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഞാനിതാ റെഡിയായി. എൻ്റെ ഈ ഒരു ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്ന് കൊള്ളാവോ എന്നൊന്ന് പറയണം കേട്ടോ. പിന്നെന്താ, ഇനി കൃഷുവിനെ റെഡിയാക്കണം. കൃഷുവിന് ഡ്രസ്സൊക്കെ അടിച്ചു കൊടുത്തു. പിന്നെ ഞാൻ ജസ്റ്റ് അവൻ്റെ മുടി ഇങ്ങനെ കുറച്ചിങ്ങനെ നീണ്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പിടിച്ചൊന്ന് ബാക്കിൽ ഇങ്ങനെ കെട്ടി വെച്ചാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിടിച്ച് വെച്ചതാണ് കേട്ടോ. ഒരു സ്ഥലത്ത് അടങ്ങി നിൽക്കില്ല, ഇങ്ങനെ ഓടി കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ്. കൃഷുവിൻ്റെ വിചാരം ഞങ്ങൾ അവനെയും കൂട്ടിയിട്ട് പാർക്കിൽ പോവുകയാണെന്നാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് നിങ്ങളീ കാണുന്നത്. അവന് എന്താ പറയുക, ഇത് മുന്നേ ഞങ്ങൾ ദുബായിൽ നിന്നൊക്കെ ഇങ്ങനെ പാക്കിങ്ങൊക്കെ ചെയ്ത് അങ്ങനെ വന്നിട്ടൊക്കെ ഉണ്ടെങ്കിലും അത് അത്ര ഓർമ്മയില്ലല്ലോ. അതുകൊണ്ട് അവൻ വിചാരിക്കുന്നത് നമ്മൾ പാർക്കിൽ പോവുകയാണ് കളിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് മൂപ്പരുള്ളത്. അപ്പോൾ നിവിയേട്ടൻ നമ്മൾ ഓരോരോ ലഗേജ് ഇങ്ങനെ വണ്ടിയിൽ കൊണ്ട് വെക്കുകയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഞങ്ങളിതാ വീട് പൂട്ടിയിട്ട് ഇറങ്ങുകയാണ്. 7 മണി എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ സമയം 7:30 ആയിട്ടോ. അത് പിന്നെ നമുക്ക് പറഞ്ഞിട്ടുള്ളതാണല്ലോ, ഒരു സമയം പറഞ്ഞാൽ ആ കറക്റ്റ് സമയത്തിന് എത്തുക, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഇറങ്ങുക എന്നുള്ള കാര്യം കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് സമയം കുറച്ച് ലേറ്റായി പോയി. പിന്നെ ഇത് നിവിയേൻ്റെ ഫ്രണ്ടാണ് ഞങ്ങൾ എയർപോർട്ടിൽ വിട്ടിട്ട് വരാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളിത് എയർപോർട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. കൃഷു ഇതെല്ലാം ഇങ്ങനെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എയർപോർട്ടിലെത്തി ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഈ ഒരു വീഡിയോ ഞാൻ ഷോർട്സ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ നാട്ടിലെത്തിയിട്ട് എന്തായാലും കുറച്ച് ദിവസമായി, എനിക്ക് തോന്നുന്നു ഒരാഴ്ച ആയിട്ടുണ്ടാവും. ഞാൻ വന്നിട്ട് എനിക്ക് കുറച്ച് സ്ഥലങ്ങളിലെല്ലാം പോവേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്ക് ആയതുകൊണ്ടാണ് ഈ ഒരു ലോങ് വീഡിയോ ഇത്രയും ലേറ്റായത്.
അപ്പം അതൊക്കെ ആ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിൻ്റെയൊക്കെ വീഡിയോ വഴിയെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ബോർഡിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഇതാ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. ഞങ്ങളിനി നമ്മളെ ഗേറ്റിലേക്ക് പോവുകയാണ്. 11th A അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ ഗേറ്റ് നമ്പർ വന്നിട്ട്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഇപ്പം. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. കൃഷുവിന് ഈ ഒരു എസ്കലേറ്ററിൽ കയറാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവന് സ്വന്തം കയറണം, സ്വന്തം ഇറങ്ങണം, അങ്ങനെയുള്ളൊരു വാശിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനിങ്ങനെ അതിൽ കൂടെ കയറി ഓടി കളിക്കുക, ഇതൊക്കെയായിരുന്നു അവൻ്റെ പരിപാടി അവിടുന്ന്. പിന്നെ ഇതാ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഇതാ ഇങ്ങനെയൊരു പ്ലേ സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ, കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. ഇത് എനിക്ക് ശരിക്കും എന്താ പറയുക ഭയങ്കര ഇഷ്ടമായി. കാരണം ഇവരെന്തായാലും അടങ്ങിയിരിക്കില്ല. അപ്പോൾ ഇങ്ങനെയൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കളിച്ചിട്ട് അങ്ങനെ കുറച്ച് സമയം അങ്ങനെ അവിടെ നിന്ന് കളിച്ച് ഇരുന്നോളുമല്ലോ. അല്ലെങ്കിൽ ഇവരെ ബേക്കിൽ ഓടുക എന്നാണ് നമ്മളെ മെയിൻ എന്താ പരിപാടി ഉണ്ടാവുക. ഈ ഒരു എന്താ പറയുക ഏജിലുള്ള കുട്ടികൾക്ക് പിന്നെ ഓടിക്കളിക്കുക ഇതൊക്കെയാണല്ലോ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് അവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സമയം രക്ഷപ്പെട്ടു. പിന്നെ അവിടുന്ന് എടുത്തിട്ട് വരാനായിരുന്നു ഭയങ്കര പാടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ അവൻ പാർക്കിൽ കൊണ്ടുപോകാമെന്നാണ് ആദ്യമേ വിചാരിച്ച് വെച്ചത്. പിന്നെ ഈ ഒരു ഏരിയയും കൂടെ കണ്ടപ്പോൾ അവൻ അത് ഉറപ്പിച്ചു എന്നാണ് തോന്നുന്നത്. കാരണം നമ്മൾ പാർക്കിൽ വന്നതായിരിക്കും എന്നാണ് മൂപ്പരുടെ വിചാരം. അതുകൊണ്ട് അവിടുന്ന് എടുത്തിട്ട് വരാൻ ഭയങ്കര എന്താ പാടുപെട്ടു. ഭയങ്കര കരച്ചിലായിരുന്നു അവിടുന്ന് എടുത്തിട്ട് വരുമ്പോൾ. അപ്പോൾ നമ്മൾ ഇതാ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഞങ്ങൾ എയർപോർട്ടിൽ അധികം ലേറ്റ് ആയിട്ടൊന്നുമില്ല. കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഏരിയ ഉള്ളതുകൊണ്ട് കൃഷുവിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഹാൻഡിൽ ചെയ്യാൻ. പിന്നെ ഞങ്ങളിതാ ഫ്ലൈറ്റിൽ കയറി. കൃഷുവിന് ഇപ്രാവശ്യം ഫുൾ ടിക്കറ്റാണ് കേട്ടോ. ആൾക്ക് 2 വയസ്സായതുകൊണ്ട് അപ്പോൾ മൂപ്പർക്ക് സ്വന്തമായിട്ടൊരു സീറ്റൊക്കെ ഉണ്ട്. ഇന്ന് സീറ്റിൽ തനിച്ചിരിക്കാനൊന്നും ആൾക്ക് എന്താ ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയൊന്നും ഉണ്ടാവില്ല, നമ്മളെ മടിയിൽ തന്നെ ആയിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേങ്കിൽ അവനത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫ്ലൈറ്റിൽ കയറിയിട്ട് മുന്നിലുള്ള ആൾക്കാരെ തലമുടി പിടിച്ച് പറിക്കുക, അങ്ങനത്തെ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര എന്താ പറയുക കുരുത്തക്കേട് തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ ഇരുന്നപ്പോഴും. പിന്നെ ഇത് ഞങ്ങൾ പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ടിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഫുൾ ലൈറ്റൊക്കെ ആയിട്ട് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ ഈ ഫ്ലൈറ്റിൽ ഇങ്ങനെ പോകുന്നത്. നമുക്ക് എന്താ ശരിക്കും ഉറങ്ങാനും പറ്റില്ല, ഒന്ന് നടക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. ഞാൻ എങ്ങനെയല്ലോ സമയം പോക്കുകയാണ് ഫ്ലൈറ്റിൽ നാട്ടിലേക്കൊക്കെ വരുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും ഞങ്ങളിതാ കാലിക്കറ്റ് എയർപോർട്ടിലെത്തി. നമ്മുടെ സ്വന്തം നാട്ടിൽ വന്നിറങ്ങുമ്പോഴുള്ള ആ ഒരു സുഖം അതൊരു വേറെ തന്നെയാണല്ലേ. അത് എന്താ പറയുക 1 മാസം കഴിഞ്ഞിട്ടാണെങ്കിലും 2 മാസം കഴിഞ്ഞിട്ടാണെങ്കിലും ഇപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും അത് എന്താ അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് നമ്മളെ സ്വന്തം നാട്ടിൽ വന്ന് ഇറങ്ങുക എന്ന് പറയുമ്പോൾ. പിന്നെ അച്ഛനും അമ്മയും വരാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായതല്ല, ആക്ച്വലി ഞങ്ങൾ ഫ്ലൈറ്റ് ഇന്ന് കുറച്ച് നേരത്തെയാണ് ലാൻഡ് ചെയ്തത്. അപ്പോൾ അവർ 5:30 ആണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങി. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അപ്പോൾ എത്തിയെന്ന് പറഞ്ഞ് വിളിച്ചു. അതുകൊണ്ട് ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ കൃഷു ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അച്ചാച്ചനെയും അമ്മമ്മേനെയും കാണാൻ വേണ്ടിയിട്ട്. ചിറകിൽ പറക്കാനൊരു മോഹം നിന്റെ വികൃതിയിൽ മുഴുകുമ്പോൾ അതിമധുരം ചെല്ലക്കാറ്റെ ചൊല്ല് ചൊല്ല് ചക്കരവാക്കിലെന്തുണ്ട് മായക്കാറ്റെ നില്ല്. ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയ സമയത്ത് ഞാൻ ജസ്റ്റ് അവൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ അവൻ കറക്റ്റ് പറഞ്ഞു കേട്ടോ അച്ഛനെയും അമ്മമ്മേനെയും കാണാൻ വേണ്ടിയിട്ട് പോവുകയാണെന്ന്. പിന്നെ ഫുള്ള് ഇങ്ങനെ വഴിയിൽ ഞങ്ങൾ നടന്ന് വരുന്ന സമയത്തൊക്കെ ആൾക്കാരോടൊക്കെ ഇങ്ങനെ പറയുക അച്ഛൻ അമ്മമ്മ കാണാൻ വേണ്ടി പോവുകയാണെന്നുള്ള രീതിയിൽ. അപ്പോൾ ആൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് ആ സമയത്താണ് കേട്ടോ മനസ്സിലായത്. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തി. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. കാരണം ഫ്ലൈറ്റിൽ ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടായിരുന്നില്ല. പിന്നെ 5:30 ആയിരുന്നു ലാൻഡിങ് ആക്ച്വലി. പക്ഷേങ്കിൽ ഞങ്ങൾ 5 o'clock ആയ സമയത്ത് തന്നെ എത്തി. പിന്നെ കുറേ സമയം അവിടെ ഇരുന്നു. പിന്നെ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പുറത്തുനിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ കൃഷു ഇവിടെ എത്തിയ സമയത്ത് തന്നെ ആൾക്ക് ഉള്ളിൽ കയറാനുള്ള തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ അച്ഛനെയും അമ്മേനെയും വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് അവരിങ്ങനെ ആ
അവൻ്റെ ടോയ്സും പിന്നെ ജീപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ ആൾക്ക് അതൊക്കെ ഓർമ്മ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ കയറി അതൊക്കെ നോക്കേണ്ട തിരക്കിലാണ് കൃഷു. അപ്പോൾ ആദ്യം തന്നെ അവൻ്റെ ജീപ്പൊക്കെ പോയി എടുത്ത് കളിക്കുകയാണ് കേട്ടോ. ടോയ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ള കളിയിലായിരുന്നു. ഈ ജീപ്പൊക്കെ കണ്ടപ്പോൾ തന്നെ അവന് ഭയങ്കര സന്തോഷത്തിലാണ് മൂപ്പര്. ഇതുള്ള സമയത്ത് അവൻ കുറച്ച് ചെറുതായിരുന്നു. ഇപ്പോഴാണ് ശരിക്കും കറക്റ്റ് അതൊക്കെ അവന് യൂസ് ചെയ്യേണ്ട ആ ഒരു ടൈം കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് കളിക്കുകയാണ്. പിന്നെ ഞാൻ വേഗം പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി ഒന്ന് പോയി കിടന്നുറങ്ങണം. കാരണം ഫ്ലൈറ്റിൽ ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടില്ല. ഞങ്ങളിങ്ങോട്ട് വരുന്ന തലേ ദിവസമാണെങ്കിലും തീരെ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട്, പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുകൊണ്ട് ഇനിയിപ്പം വേഗം പോയിട്ടൊന്ന് കിടന്നുറങ്ങണം. അത്രയും ടയേർഡായിട്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസും ഇതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോസൊന്നും ഞാൻ പിന്നെ എടുക്കാൻ നിന്നിട്ടില്ല. അത്രയും ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത്രയും ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഇവിടെ നിന്നുള്ള പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വേഗം തന്നെ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.